വെൽക്കം ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ തൊടിയിൽ നിന്ന് പറിക്കുന്ന വഴുതനങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നാടൻ തോരനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ്. അത് ഞാൻ നല്ലോണം മൂപ്പത്തുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇളമാണ്, അത് 1/2 കിലോ ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്, അത് കറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമ്മൾ എല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെല്ലാം കട്ട് ചെയ്ത് വയ്ക്കുക. സബോളയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാണ്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഒരു ചെറിയ സബോള കുഞ്ഞതായിട്ട് അരിഞ്ഞതും 1 5 അല്ലി വെളുത്തുള്ളിയും 1 പച്ചമുളക് ഇതുപോലെ കുനുകുനാന്നരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവൊന്നും വേണ്ട, ഒന്ന് വെന്ത് വന്നാൽ മതി. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ചതച്ച മുളക് പൊടിയും കൂടിയിട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് 5 വലിയ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഫ്രൈ ആവാനൊന്നും നിൽക്കണ്ട, ഈ മസാലയൊക്കെ അതിൽ ഒന്ന് നന്നായിട്ട് പരണ്ട് വരണം. അതിലേക്ക് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അത് കൂട്ടി വെച്ചിട്ട് അടിച്ചു വെച്ച് ഇത് വേവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം, അത് അടി പിടിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട്. അപ്പോൾ ഏകദേശം 3/4 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് കുറവുണ്ടായിരുന്നു, നമ്മൾ ഉപ്പ് വെള്ളത്തിലാണ് മുക്കി വെച്ചത്. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഞാനതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം വേവിച്ച് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വഴുതനങ്ങ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ നന്നായി ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല. അപ്പോൾ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ പണ്ടത്തെ ഒരു സ്വാദിൽ നമുക്ക് വഴുതനങ്ങ തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.